ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് LVM3, കൺട്രോളർ ജനറൽ ഓഫ് പാറ്റൻസ്, ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്സ്, യൂറോപ്സ് AI കൺവെൻഷൻ, ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ ദി റെഗുലേഷൻ ഓഫ് വെയിലിംഗ്, പ്ലേസസ് ഇൻ ന്യൂസ് ആയിട്ട് പപ്പുവ ന്യൂഗിനിയ. അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് LVM3യെ കുറിച്ചാണ്. ഈ LVM3യുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതായത് ഈ ലോഞ്ച് വെഹിക്കിൾ 3യുടെ കൺസ്ട്രക്ഷനകത്ത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും കൂടി ഇപ്പോൾ ISRO ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വാർത്ത ഉള്ളത്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ LVM3 എന്ന് പറയുന്ന ഇന്ത്യയുടെ ISROയുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിളിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഈ LVM3 അല്ലെങ്കിൽ ലോഞ്ച് വെഹിക്കിൾ 3 എന്ന് പറയുന്നത് ഇനീഷ്യലി അറിയപ്പെട്ടുകൊണ്ടിരുന്നത് GSLV Mark 3 എന്നുള്ള പേരിലായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പം നിലവിൽ ISROയുടെ കയ്യിലുള്ള ലോഞ്ച് വെഹിക്കിൾസിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോഞ്ച് വെഹിക്കിളാണ് LVM3 എന്ന് പറയുന്നത്. ഇതൊരു 3 സ്റ്റേജ് മീഡിയം ലിഫ്റ്റ് റോക്കറ്റ് ആണെന്ന് മനസ്സിലാക്കുക. അതായത് നമ്മുടെ ISROയുടെ കയ്യിൽ നിലവിൽ ഹെവി ലിഫ്റ്റ് റോക്കറ്റുകളൊന്നുമില്ല. ഇതൊരു 3 സ്റ്റേജുകളായിട്ടുള്ള മീഡിയം ലിഫ്റ്റ് റോക്കറ്റാണ്. അപ്പോൾ ഇതിൻ്റെ 3 സ്റ്റേജുകൾ എന്ന് പറയുന്നത്, ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു സോളിഡ് സ്ട്രാപ്പ് ഓൺ മോട്ടേഴ്സ് ആണ്. അതായത് ഇപ്പോൾ ഈ LVM3 എന്ന് പറയുന്ന റോക്കറ്റിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ചെറിയ 2 റോക്കറ്റുകൾ സ്ട്രാപ്പ് ഓൺ ചെയ്തിട്ടുള്ളത് കാണാൻ പറ്റും. അതാണ് സോളിഡ് സ്ട്രാപ്പ് ഓൺ മോട്ടേഴ്സ് എന്ന് പറയുന്നത്. അത് സോളിഡ് ആണ് ഈ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇത് ഒഫീഷ്യലി അറിയപ്പെടുന്നത് S200 എന്നുള്ള പേരിലാണ്. ഇനി ഇതിൻ്റെ കോർ സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ലിക്വിഡ് സ്റ്റേജ് ആണ്. ഓക്കെ, ഇതിൻ്റെ കോർ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ട്രാപ്പ് ഓൺ ബൂസ്റ്റേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നുള്ളത് ഒരു ലിക്വിഡ് കോർ സ്റ്റേജ് ആണ്. അത് ഒഫീഷ്യലി അറിയപ്പെടുന്നത് L110 എന്നുള്ള പേരിലാണ്. അപ്പോൾ ഈ കോർ സ്റ്റേജിനെ പവർ ചെയ്യുന്നത് 2 വികാസ് എൻജിൻസ് ആണ്. ഓക്കെ, ഈ വികാസ് എൻജിൻസ് ആണ് ഈ കോർ സ്റ്റേജിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. അത് ലിക്വിഡ് ആണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ സ്റ്റേജ് അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പർ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഇൻഡിജിനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ക്രയോജനിക് അപ്പർ സ്റ്റേജ് ആണ്. അത് ഒഫീഷ്യലി ആ ക്രയോജനിക് അപ്പർ സ്റ്റേജ് അറിയപ്പെടുന്നത് C25 എന്നുള്ള പേരിലാണ്. അപ്പോൾ അതിനെ ഈ ക്രയോജനിക് സ്റ്റേജ് ആയിട്ടുള്ള C25നെ പവർ ചെയ്യുന്നത് CE20 എന്ന് പറയുന്ന ഇന്ത്യ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ക്രയോജനിക് എഞ്ചിനാണ്. ഇനി LVM3യുടെ പ്രധാനപ്പെട്ട പർപ്പസ്, അതായത് ഈ ലോഞ്ച് വെഹിക്കിൾ എന്തിനാണ്, അല്ലെങ്കിൽ LVM3 എന്ന് പറയുന്ന മീഡിയം ലിഫ്റ്റ് റോക്കറ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ജിയോ സ്റ്റേഷനറി ഓർബിറ്റിലേക്ക് കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റുകൾ എത്തിക്കാനും, അതുപോലെ തന്നെ ഇപ്പോൾ നിലവിലെ അവസ്ഥയിലാണെങ്കിൽ ഇന്ത്യക്ക് ഫ്യൂച്ചറിൽ, അല്ലാതെ അന്ന് ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫ്യൂച്ചറിൽ ഇന്ത്യക്ക് ഒരു മാൻഡ് മിഷൻ വന്നു കഴിഞ്ഞാൽ, അതായത് ഒരു ബഹിരാകാശത്തേക്ക് മനുഷ്യരെത്തിക്കേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി യൂസ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണെന്നാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ 2024 ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ മാൻഡ് സ്പേസ് മിഷനായിട്ടുള്ള ഗഗൻയാൻ മിഷനെ ലോഞ്ച് ചെയ്യാൻ പോകുന്നതും LVM3 ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ LVM3യുടെ ഇത്രയും കാലത്തെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് പ്രധാനമായിട്ടും അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് ഒരു ക്രൂഡ് അറ്റ്മോസ്ഫിയറിക് റീ എൻട്രി എക്സ്പെരിമെന്റ് എന്ന് പറയുന്ന കെയർ എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഈ ഗഗൻയാൻ മിഷനൊക്കെ വേണ്ടിയിട്ടുള്ള ഈ ആളുകളെ മുകളിൽ ഈ പറയുന്ന ലോവർ ഓർബിറ്റിൽ എത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് റീ എൻട്രി ചെയ്യണമെങ്കിൽ ഒരു റീ എൻട്രി വെഹിക്കിൾ വേണം. അപ്പോൾ അതിൻ്റെ ഒരു ടെസ്റ്റ് എന്നുള്ള രീതിയിൽ കെയർ എന്നുള്ള പേരിൽ, അല്ലെങ്കിൽ ക്രൂഡ് അറ്റ്മോസ്ഫിയറിക് റീ എൻട്രി എക്സ്പെരിമെന്റ് എന്നുള്ള പേരിൽ ഒരു എക്സ്പെരിമെന്റൽ ക്രൂഡ് വെഹിക്കിൾ നമ്മൾ ഇത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു സ്പേസ് ക്യാപ്സ്യൂൾ റിക്കവറി എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ SRE എന്ന് പറയുന്ന മറ്റൊരു ക്രൂഡ് വെഹിക്കിൾ ഉണ്ടായിരുന്നു. അതും നമ്മൾ ഇത് വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ 2ാമത്തെയും 3ാമത്തെയും ലൂണർ മിഷൻസ് ആയിട്ടുള്ള ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 ഇതെല്ലാം തന്നെ LVM3 വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി LVM3യുടെ പേലോഡ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ലോ എർത്ത് ഓർബിറ്റിലേക്ക് 10,000 കിലോഗ്രാം വരെ അല്ലെങ്കിൽ 10 ടൺ വെയിറ്റ് ഉള്ള വസ്തുക്കൾ എത്തിക്കാൻ കഴിയും. അതുപോലെ തന്നെ ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിലേക്ക് 4,300 കിലോഗ്രാം വരെയുള്ള പേലോഡ് എത്തിക്കാൻ LVM3ക്ക് കേപ്പബിലിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് CGPDTM കുറിച്ചാണ്, അല്ലെങ്കിൽ കൺട്രോളർ ജനറൽ ഓഫ് പാറ്റൻസ്, ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്സിനെ കുറിച്ചാണ്. അപ്പോൾ ബേസിക്കലി ഇന്ത്യയിലുള്ള ഈ പാറ്റൻസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വലിയ രീതിയിലുള്ള ഡിലേ ഉണ്ട്. ഇത് ഈ പാറ്റന്റ് അപ്രൂവ് ചെയ്ത് കിട്ടാൻ, അല്ലെങ്കിൽ ഇതിനകത്തൊരു ഡിസിഷൻ വരുന്ന വലിയ രീതിയിലുള്ള ഡിലേ ഉണ്ട്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റീസെൻ്റ്ലി സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 15 അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയിൽ ഒരു പാറ്റന്റിന്റെ മുകളിലുള്ള അപ്രൂവൽ അല്ലെങ്കിൽ അതിനെ റിജക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ പാറ്റന്റ് ആപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് തീരുമാനം എടുക്കാൻ വേണ്ടി എടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഓൺ ആൻ ആവറേജ് 58 മാസമാണെന്നാണ് പറയുന്നത്. ഇപ്പം ചൈനയുടെ കേസിലാണെങ്കിൽ അതിൻ്റെ 1/3 സമയം എടുക്കുന്നുള്ളൂ. 20 മാസം കൊണ്ട് ചൈനയിൽ അത് ഡിസ്പോസ് ചെയ്യപ്പെടുമ്പോൾ US-ന്റെ കേസിലാണെങ്കിൽ അത് 23 മാസം കൊണ്ട് തീരുമാനമാകുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ 3 ഇരട്ടി സമയം ഇതിനെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എഫക്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ്റെ ഒക്കെ കണക്കുകൾ അനുസരിച്ച്, ഇപ്പോൾ നമ്മൾ ഇന്ത്യ, US, ചൈന എന്നൊക്കെ പറയുന്ന ലോകത്തിലെ പ്രധാനപ്പെട്ട എക്കണോമീസിന് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും ലീസ്റ്റ് നമ്പർ ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി
അല്ലെങ്കിൽ ഈ പറയുന്ന പാറ്റേൺസ് പോലുള്ള കാര്യങ്ങൾ ഫയൽ ചെയ്യപ്പെടുന്ന രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇപ്പോൾ ചൈനയുടെ ഒക്കെ കേസിൽ ചൈനയിൽ 16 ലക്ഷം ഈ IPR റിലേറ്റ് ചെയ്തിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒരു വർഷം, പാറ്റന്റും കാര്യങ്ങളൊക്കെ ഒരു വർഷം ഫയൽ ചെയ്യപ്പെടുന്ന സമയത്ത് ഇന്ത്യയിൽ അത് ലെസ് ദാൻ 1 lakh ആണ്. അത്ര വലിയ ഡിഫറൻസ് ഉണ്ട് ഇന്ത്യക്ക് ചൈനയുമായിട്ട്. അപ്പോൾ അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിൽ വരുന്ന ഡിലേസ് ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ എക്സ്പ്രസിന്റെ പേജ് 15 ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ CGPDTM കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ CGPDTM എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഓഫീസ് ഓഫ് ദി കൺട്രോളർ ജനറൽ ഓഫ് പാറ്റൻസ് ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്സ് എന്നാണ്. ഇത് ഇൻഫോർമലായിട്ട് ഇന്ത്യൻ പാറ്റന്റ് ഓഫീസ് എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് മുംബൈയിലാണ്. ഇനി ഇവരുടെ ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഇന്ത്യയിലെ പാറ്റൻസ്, ഡിസൈൻസ്, ട്രേഡ് മാർക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ എടുക്കലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യയിൽ യൂണിയൻ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് എന്ന് പറയുന്ന DPIIT എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരുടെ കീഴിലാണ് ഈ CGPDTM പ്രവർത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ ഇത് ബേസിക്കലി ഒരു സ്റ്റാറ്റ്യൂട്ടറി നേച്ചറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ്. കാരണം 1970 ഇന്ത്യൻ പാറ്റന്റ് ആക്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ പാറ്റൻസ് ആക്ട്, അതുപോലെ തന്നെ 2000 ഡിസൈൻസ് ആക്ട്, അതുപോലെ തന്നെ 1999 ട്രേഡ് മാർക്സ് ആക്ട്, ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സൂപ്പർവൈസ് ചെയ്യുക. ഈ 3 നിയമങ്ങളുടെ വർക്കിനെ സൂപ്പർവൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പാറ്റൻസ്, ഡിസൈൻസ്, ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റിന് അഡ്വൈസ് കൊടുക്കുക എന്നീ കാര്യങ്ങളാണ് ഈ CGPDTM ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനകത്തുള്ള ഈ പാറ്റൻസിന്റെയും ഡിസൈൻസിന്റെയും ട്രേഡ് മാർക്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള സെപ്പറേറ്റ് ഇവരുടെ കീഴിൽ വരുന്ന ഓരോരോ ഫംഗ്ഷൻസ് ചെയ്യുന്ന കാര്യങ്ങൾ പല പല സ്ഥലങ്ങളിലാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പാറ്റന്റ് ഓഫീസ് അല്ലെങ്കിൽ ഹെഡ് ഓഫീസ് ഓഫ് ദി പാറ്റന്റ് ഓഫീസ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കൊൽക്കത്തയിലാണ്. ട്രേഡ് മാർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ട്രേഡ് മാർക്ക് രജിസ്ട്രിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് മുംബൈ ആണ്. അതുപോലെ തന്നെ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസിന്റെ GI രജിസ്ട്രി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ചെന്നൈ ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഇവരുടെ കീഴിൽ വരുന്ന മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് പാറ്റന്റ് ഇൻഫർമേഷൻ സിസ്റ്റം PIS എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി മാനേജ്മെന്റ് NIIPM എന്ന് പറയുന്നത്. ഇത് രണ്ടും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് നാഗ്പൂരും ആണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് യൂറോപ്സ് AI കൺവെൻഷൻ ആണ്, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൺവെൻഷൻ ആണ്. അപ്പോൾ ഇത് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം യൂറോപ്യൻ യൂണിയൻ അല്ല, യൂറോപ്പിലുള്ള കൗൺസിൽ ഓഫ് യൂറോപ്പ് ഇപ്പോൾ റീസെൻ്റ്ലി മെയ് മാസത്തിൽ ഒരു ഫ്രെയിം വർക്ക് കൺവെൻഷൻ ഓൺ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഹിന്ദുവിൻ്റെ പേജ് 8 ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മെയ് മാസത്തിൽ 17 2024 May 17 കൗൺസിൽ ഓഫ് യൂറോപ്പ് ഒരു ഇപ്പം നിലവിലുള്ള ഇന്റർനാഷണലി നോക്കിക്കഴിഞ്ഞാൽ ഇന്റർനാഷണലിലുള്ള ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ തന്നെ റൂൾ ഓഫ് ലോ, ഡെമോക്രസി, ലീഗൽ സ്റ്റാൻഡേർഡ്സ്, ഈ കാര്യങ്ങളിലൊക്കെ ഉള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ യൂസേജും അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ലോകത്തിലെ ആദ്യത്തെ ബൈൻഡിങ് ആയിട്ട് ഒരു ഇന്റർനാഷണൽ ട്രീറ്റി അവർ സൈൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫ്രെയിം വർക്ക് അഗ്രിമെൻ്റ് ആണ്. ഇത് കൃത്യമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോട്ടോകോൾസും കൂടി നിലവിൽ വരണം. ഓക്കെ, അപ്പോൾ ഇത് അഡോപ്റ്റ് ചെയ്തതിന് ശേഷം ഇത് സിഗ്നേച്ചേഴ്സിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനകത്ത് റാറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് പാർട്ടീസ് ആയിട്ട് മാറുന്ന രാജ്യങ്ങൾ ഇതിനകത്ത് സൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സെപ്റ്റംബർ 5 തൊട്ട് ഇത് സിഗ്നേച്ചറിന് വേണ്ടിയിട്ട് ഓപ്പൺ ആവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കൗൺസിൽ ഓഫ് യൂറോപ്പിലുള്ള 46 രാജ്യങ്ങളും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും അതുപോലെ തന്നെ 11 നോൺ മെമ്പർ സ്റ്റേറ്റ്സ്, US ഉൾപ്പെടെയുള്ള 11 നോൺ മെമ്പർ സ്റ്റേറ്റുകളും കൂടി ചർച്ച ചെയ്തിട്ടാണ് ഈ ഒരു ഫ്രെയിം വർക്ക് അഗ്രിമെന്റ് ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പം ഇനി ഈ ഒരു ഫ്രെയിം വർക്ക് അഗ്രിമെന്റിന്റെ ലക്ഷ്യമായിട്ട് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ്, അതുപോലെ തന്നെ ഡെമോക്രസി, റൂൾ ഓഫ് ലോ, ഈ കാര്യങ്ങളുമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ടാണ്, അല്ലെങ്കിൽ ഇതുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ആക്ടിവിറ്റീസ് നടക്കുന്നത് എന്നുള്ളത് എൻഷുർ ചെയ്യലാണ്. രണ്ടാമതായിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലൈഫ് സൈക്കിളിനകത്ത് വരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഈ പ്രോട്ടോകോളിനകത്ത് ഈ ഫ്രെയിം വർക്ക് അഗ്രിമെന്റിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അതായത് ഈ പറയുന്ന ഹ്യൂമൻ റൈറ്റ്സ്, ഡെമോക്രസി, റൂൾ ഓഫ് ലോ എന്നീ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലൈഫ് സൈക്കിളിലുള്ള എല്ലാ ആക്ടിവിറ്റീസും ഈ ഒരു ഫ്രെയിം വർക്ക് അഗ്രിമെന്റിനകത്ത് കവേർഡ് ആണ്. അതുപോലെ തന്നെ ഈ ഫ്രെയിം വർക്ക് അഗ്രിമെന്റ് പബ്ലിക് അതോറിറ്റീസിനും അതുപോലെ തന്നെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന പ്രൈവറ്റ് ആക്ടേഴ്സിനും അല്ലെങ്കിൽ പ്രൈവറ്റ് എൻറ്റിറ്റീസിനും ബാധകമാണെന്ന് മനസ്സിലാക്കുക. ഇനി അതുപോലെ തന്നെ ഈ
പ്രൈവറ്റ് എൻറ്റിറ്റീസിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഇഷ്യൂസും റിസ്ക്കുകളും ഇമ്പാക്റ്റുകളും ഉണ്ട്. ആ കാര്യങ്ങൾ ഈ ഒരു ഫ്രെയിം വർക്ക് എഗ്രിമെൻറ്റിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിന് സിമിലർ ആയിട്ടുള്ള രീതിയിലുള്ള AI ഗവേണൻസ് ഫ്രെയിം വർക്കുകൾ മറ്റുള്ള റീജൻസും അഡോപ്റ്റ് ചെയ്യുക ഡെവലപ്പ് ചെയ്യുകയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ എൻകറേജ് ചെയ്യുകയും കൂടി ഈ ഒരു ഫ്രെയിം വർക്ക് എഗ്രിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ അതേസമയം ഈ ഫ്രെയിം വർക്ക് എഗ്രിമെൻറ്റിനകത്ത് ചില എക്സെപ്ഷൻസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എക്സംപ്റ്റഡ് ആയിട്ടുള്ള ചില ഏരിയാസ് പറയുന്നുണ്ട്. ഉദാഹരണത്തിന് നാഷണൽ സെക്യൂരിറ്റി, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ടെസ്റ്റിംഗ്, ഡിഫൻസ്, ഈ കാര്യങ്ങൾക്കൊന്നും ഈ ഫ്രെയിം വർക്ക് എഗ്രിമെൻറ്റ് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ മിലിറ്ററി ആപ്ലിക്കേഷൻ ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഈ ഫ്രെയിം വർക്ക് എഗ്രിമെൻറ്റ് ബാധകമല്ല എന്ന് പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന കൗൺസിൽ ഓഫ് യൂറോപ്പിനെ കുറിച്ചാണ്. സോ കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് യൂറോപ്യൻ കോണ്ടിനെൻറ്റിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സ്, ഡെമോക്രസി, റൂൾ ഓഫ് ലോ, ഈ 3 കാര്യങ്ങളെ യൂറോപ്പിൽ അപ്ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. ഇത് 1949 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഈ കൗൺസിൽ ഓഫ് യൂറോപ്പിനെ യൂറോപ്യൻ യൂണിയനുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ല കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത്. ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിനകത്തുള്ള സ്ട്രാസ്ബർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഇവരുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഈ പറയുന്ന ഈ കൗൺസിൽ ഓഫ് യൂറോപ്പിനകത്തുള്ള മെമ്പർ കൺട്രീസിൻ്റെ ഇടയിൽ ഈ അവർക്കുള്ള കോമൺ ഹെറിറ്റേജ്, അതുപോലെ തന്നെ അവരുടെ പിന്നെ നേരത്തെ പറഞ്ഞ പോലുള്ള ചില പ്രിൻസിപ്പിൾസ്, ഡെമോക്രസി, അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ്, റൂൾ ഓഫ് ലോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്ഹോൾഡ് ചെയ്യാനും ഈ ഒരു കാര്യത്തിൽ ഒരു യൂണിറ്റ് കൊണ്ടുവരാനൊക്കെ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇവരുടെ എക്കണോമിക് ആൻഡ് സോഷ്യൽ പ്രോഗ്രസിനെ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. ഇനി നിലവിൽ കൗൺസിൽ ഓഫ് യൂറോപ്പിനകത്ത് 47 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമായിട്ടുള്ള 27 മെമ്പേഴ്സും. ഓക്കെ, ഈ യൂറോപ്യൻ യൂണിയനകത്ത് നിലവിൽ 27 മെമ്പേഴ്സാണുള്ളത്. ആ 27 മെമ്പേഴ്സും കൗൺസിൽ ഓഫ് യൂറോപ്പിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ ഒരു 20 അഡീഷണൽ മെമ്പേഴ്സും കൂടി ഇതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ കൗൺസിൽ ഓഫ് യൂറോപ്പ് എന്ന് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിൻ്റെ അല്ലെങ്കിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ ഒബ്സർവർ സ്റ്റാറ്റസ് ഉള്ള ഒരു സംഘടനയാണെന്ന് പറഞ്ഞിരിക്കുക. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് ഇന്റർനാഷണൽ കൺവെൻഷൻ ഫോർ ദി റെഗുലേഷൻ ഓഫ് വെയിലിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇപ്പോൾ ഇന്ന് ലോകത്തിൽ കൊമേഴ്ഷ്യൽ വെയിലിംഗ് നടത്തുന്ന, അതായത് തിമിംഗല വേട്ട കൊമേഴ്ഷ്യലി നടത്തുന്ന 3 രാജ്യങ്ങളേ ഉള്ളൂ. നോർവേ, ഐസ്ലൻഡ്, ജപ്പാൻ. അതിനകത്ത് ഏറ്റവും അധികം നടത്തുന്ന രാജ്യങ്ങളൊന്നെന്ന് പറയുന്നത് ജപ്പാനാണ്. അപ്പോൾ ഈ ജപ്പാന് പുതിയൊരു വെയിലിംഗ് ഷിപ്പ് കമ്മീഷൻ ചെയ്തതായിട്ടുള്ള ഒരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിൻ്റെ സയൻസ് പേജിനകത്തുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഈ വെയിലിംഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു എഗ്രിമെൻറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് 1946 15 രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുന്നത്. അപ്പോൾ ഈ വെയിലിങ്ങിൻ്റെ കൊമേഴ്ഷ്യൽ വെയിലിംഗ് കാരണം ഒരു സമയത്ത് ലോകത്തിലുള്ള ഒട്ടുമിക്ക കാറ്റഗറി പെടുന്ന അല്ലെങ്കിൽ ഒട്ടുമിക്ക വെയിൽ സ്പീഷീസുകളും വലിയ രീതിയിലൊരു എക്സ്റ്റിങ്ഷൻ ഫേസ് ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട് 1900-ൻ്റെ തുടക്കത്തിൽ. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ കൊമേഴ്ഷ്യൽ വെയിലിങ്ങിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1931-ലും 1937-ലും മറ്റ് 2 എഗ്രിമെൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 31-ൽ വന്നിട്ടുള്ള എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് ജിനീവ കൺവെൻഷൻ ഫോർ റെഗുലേഷൻ ഓഫ് വെയിലിംഗ് എന്നാണ്. 1937 അതിന് സമാനമായിട്ടുള്ള രീതിയിൽ ഒരു ഇന്റർനാഷണൽ എഗ്രിമെന്റ് ഫോർ ദി റെഗുലേഷൻ ഓഫ് വെയിലിംഗ് എന്ന് പറയുന്ന മറ്റൊരു എഗ്രിമെന്റും വരുന്നുണ്ട്. പക്ഷേ ഈ 2 എഗ്രിമെന്റുകളും ഈ കൊമേഴ്ഷ്യൽ വെയിലിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ അമ്പേ പരാജയപ്പെട്ട 2 എഗ്രിമെന്റുകളാണ്. അപ്പോൾ അത് കാരണമാണ് ഇതിന് രണ്ടിനും പകരമായിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും സക്സസറായിട്ട് ഈ ഒരു പെർട്ടിക്കുലർ എഗ്രിമെന്റ് 1946 സൈൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ഈ എഗ്രിമെന്റിന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ വെയിലിംഗ് ഇല്ലാതാക്കുക അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെയിലിംഗ് നിർത്തലാക്കുക എന്നുള്ളതല്ല. പകരം ഈ കൊമേഴ്ഷ്യൽ വെയിലിംഗ് സാധ്യമാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതായത് ഈ വെയിലിംഗ് ഇൻഡസ്ട്രീനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ കൊമേഴ്ഷ്യൽ വെയിലിങ്ങിനെ സസ്റ്റൈനബിൾ ആയിട്ട് നടപ്പിലാക്കുക. അതായത് ഒരേ സമയം പ്രോപ്പർ കൺസർവേഷൻ ഓഫ് വെയിൽ സ്റ്റോക്സ് ആൻഡ് മേക്ക് പോസിബിൾ ദി ഓർഡർലി ഡെവലപ്മെന്റ് ഓഫ് വെയിലിംഗ് ഇൻഡസ്ട്രി. അതായത് ഈ വെയിലിംഗ് ഇൻഡസ്ട്രിയുടെ സസ്റ്റൈനബിലിറ്റി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് വെയിൽസിനെ കൺസേർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. പക്ഷേ പിന്നീട് കുറച്ചു കാലമൊക്കെ കഴിയുന്ന സമയത്ത് ഈ വെയിലിംഗ് നടത്തിയിരുന്ന പല രാജ്യങ്ങളും ഗ്രാജുവലി അത് കുറക്കാൻ തുടങ്ങുന്നുണ്ട്. അതുമാത്രമല്ല ഈ പറയുന്ന ഈ ഒരു എഗ്രിമെന്റിനകത്ത് വെയിലിംഗ് അവസാനിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ വെയിലിംഗ് ഒരു കാലത്തും നടത്തിയിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ മെമ്പർഷിപ്പ് എടുക്കാൻ തുടങ്ങി. അതോട് കൂടിയിട്ട് മെജോറിറ്റി ഈ വെയിലിംഗ് നടത്താത്ത രാജ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഇതിനകത്ത് 88 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇവരുടെ ഈ ഒരു എഗ്രിമെന്റിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ, സയന്റിഫിക്, അതുപോലെ തന്നെ അബോറിജിനൽ ആയിട്ടുള്ള സബ്സിസ്റ്റൻസ് വെയിലിംഗ് പ്രാക്ടീസസിനെ ഗവേൺ ചെയ്യുക എന്നുള്ളതാണ്. കൊമേഴ്ഷ്യൽ വെയിലിംഗ് എന്താണ് ഞാൻ പറഞ്ഞു, അതായത് വാണിജ്യ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ വെയിലിൻ്റെ ഫാറ്റ്, അതുപോലെ തന്നെ അതിനകത്ത് കിട്ടുന്ന മറ്റുള്ള ചില കെമിക്കൽസും അല്ലെങ്കിൽ കോമ്പോണൻസും ഒക്കെ ഉണ്ട്, അതിനൊക്കെ വേണ്ടിയിട്ട് വെയിലിംഗ് നടത്തുന്നതാണ് കൊമേഴ്ഷ്യൽ വെയിലിംഗ്. പിന്നെ സയന്റിഫിക് പേർപ്പസിന് വേണ്ടിയിട്ട് വെയിലിംഗ് നടത്താറുണ്ട്. അതുപോലെ തന്നെ അബോറിജിനൽ സബ്സിസ്റ്റൻസ് വെയിലിംഗ് ഉണ്ട്. അതായത് ഈ ആർട്ടിക് റീജിയനിലൊക്കെ താമസിക്കുന്ന ചില പ്രത്യേക
ട്രൈബൽ ഗ്രൂപ്പ്സ് ഉണ്ട്, അല്ലെങ്കിൽ അബോറിജിനൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പോൾ അവർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വെയിൽസിനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ വെയിലിംഗ് ഇതിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യലാണ് ഈ ഒരു എഗ്രിമെൻറ്റിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നിലവിൽ ഇതിനകത്ത് 88 മെമ്പർ സ്റ്റേറ്റ്സ് ആണുള്ളത്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇനീഷ്യലി ഈ അഗ്രിമെൻറ്റിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ വെയിലിങ്ങിനെ സസ്റ്റെയിൻ ചെയ്യുക, അല്ലെങ്കിൽ വെയിലിംഗ് ഇൻഡസ്ട്രീനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വെയിൽസിനെ കൺസേർവ് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഈ അഗ്രിമെൻറ്റിനകത്ത് പുതിയ സ്റ്റേറ്റ് പാർട്ടീസ് മെമ്പേഴ്സായിട്ട് മാറാൻ തുടങ്ങുകയും ആ പുതുതായിട്ട് വന്നിട്ടുള്ള മെമ്പേഴ്സിൽ പല രാജ്യങ്ങളും വെയിലിംഗ് അവസാനിപ്പിക്കുകയോ അല്ലെങ്കിൽ വെയിലിംഗ് ചെയ്യാത്ത രാജ്യങ്ങളായിട്ട് മാറിയതോട് കൂടിയിട്ട് ലോകരാജ്യങ്ങൾക്കിടയിൽ ഈ വെയിലിംഗ് കംപ്ലീറ്റ്ലി അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഷർ ഈ ഒരു എഗ്രിമെൻറ്റിന് മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ എഗ്രിമെൻറ്റ് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷൻ എന്ന് പറയുന്ന അന്താരാഷ്ട്ര സംഘടനക്കാണ്. അപ്പോൾ ഈ ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷനാണ് ഈ ഒരു എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷനകത്ത് ഈ ഒരു എഗ്രിമെന്റിനകത്തുള്ള 88 രാജ്യങ്ങളും അംഗരാജ്യങ്ങളാണ്. അപ്പോൾ ഒരു മീറ്റിംഗ് കൂടി ഒരു 2/3 മെജോറിറ്റിയിലാണ് ഈ വെയിലിംഗുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഒരു സമയത്ത് ഈ നോൺ വെയിലിംഗ് കൺട്രീസിന് മെജോറിറ്റി കിട്ടിയതോടുകൂടി 1982 ഈ ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷൻ വെയിലിംഗിന്റെ മുകളിൽ, അതായത് കൊമേഴ്ഷ്യൽ വെയിലിംഗിന്റെ മുകളിൽ ഒരു മൊറട്ടോറിയം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് 1985-86 വെയിലിംഗ് സീസൺ തൊട്ട് ഇനി കൊമേഴ്ഷ്യൽ വെയിലിംഗ് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനൊരു എൻഡ് ഡേറ്റ് ഇതുവരെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് അൺഒഫീഷ്യലി അറിയപ്പെടുന്നത് കൊമേഴ്ഷ്യൽ വെയിലിംഗ് മൊറട്ടോറിയം എന്നാണ്. ഇനി അതുപോലെ തന്നെ ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷന്റെ ഇനീഷ്യലി ഉണ്ടായിരുന്ന ജോലി എന്ന് പറയുന്നത് ഈ വെയിൽസിന്റെ കൺസർവേഷൻ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഈ വെയിലിംഗ് ഇൻഡസ്ട്രീനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൺസർവേഷൻ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങൾക്കും എത്രത്തോളം വെയിൽസിന് ഒരു വർഷം കൊമേഴ്ഷ്യലി ക്യാപ്ചർ ചെയ്യാന്നുള്ള നമ്പർ ഫിക്സ് ചെയ്തുകൊണ്ടിരുന്നത് ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷനാണ്. പക്ഷെ അത് നോർവേക്കും ഐസ്ലൻഡിനും ബാധകമായിരുന്നില്ല. പക്ഷേ ഈ 82 ഇത്തരത്തിൽ വെയിലിംഗ് മൊറട്ടോറിയം വന്നതോടുകൂടി ഒരു രാജ്യങ്ങളും കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് വെയിലിംഗ് നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നോർവേയും ഐസ്ലാൻഡും ഒരു കാലത്തും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 85-86 കാലഘട്ടത്തിന് ശേഷം നോർവേയും ഐസ്ലാൻഡും കൊമേഴ്ഷ്യൽ വെയിലിംഗ് നടത്താറുണ്ടായിരുന്നു. പിന്നീട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങളുടെ പേരിൽ 2019 ജപ്പാനും ഈ പറയുന്ന ഇന്റർനാഷണൽ വെയിലിംഗ് കമ്മീഷനിൽ നിന്നും പിന്മാറുകയും ഈ എഗ്രിമെന്റിൽ നിന്നും പിന്മാറുകയും ചെയ്തിട്ടുണ്ട്. 2019 തൊട്ട് ജപ്പാനും ഇപ്പോൾ കൊമേഴ്ഷ്യൽ വെയിലിംഗ് നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ലോകത്തിൽ ഈ കൊമേഴ്ഷ്യൽ നേച്ചറിൽ വെയിലിംഗ് നടത്തുന്ന 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ജപ്പാനും നോർവേയും ഐസ്ലൻഡും മാത്രമാണ്. അപ്പോൾ ഇതിനെതിരായിട്ട് ഈ ചില പാരിസ്ഥിതിക സംഘടനകളൊക്കെ വലിയ രീതിയിലുള്ള ക്യാമ്പയിൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇത് വളരെ ക്രൂരതയാണ്. പ്രത്യേകിച്ച് ഒരു സബ്സിസ്റ്റൻസിന് വേണ്ടിയിട്ടല്ലാതെ ഈ പറയുന്ന വെറും കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള നേച്ചറിൽ മാത്രം ഈ ജീവികളെ ഇത്തരത്തിൽ പിടിച്ച് കൊല്ലുന്നത്, അത് മിക്ക വെയിലിംഗ് സ്പീഷീസുകളും വലിയ ഇതിൽ ത്രെട്ടുകൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് അത് വലിയ ക്രൂരതയാണ്, എൻവയോൺമെന്റൽ ഡിസാസ്റ്ററിന് കാരണമാവുന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സംഘടനകൾ ഇതിനെതിരായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. ഇനി അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് എന്ന് പറയുന്നത് പ്ലേസസ് ന്യൂസ് ആണ്. അത് പപ്പുവ ന്യൂഗിനിയയാണ്. അപ്പോൾ ഈ പപ്പുവ ന്യൂഗിനിയയിൽ ഒരു ലാൻഡ് സ്ലൈഡ് ഒക്കെ നടന്നതിനെ കുറിച്ചിട്ടുള്ള വാർത്ത ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് പപ്പുവ ന്യൂഗിനിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ പപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്നത് നമ്മുടെ ഓസ്ട്രേലിയക്ക് ഉൾപ്പെടുന്ന ഓഷ്യാനിയ എന്ന് പറയുന്ന കോണ്ടിനെന്റിൽ പെടുന്ന ഒരു രാജ്യമാണ്. ഇത് സൗത്ത് വെസ്റ്റേൺ പസഫിക്കിലായിട്ടാണ് പപ്പുവ ന്യൂഗിനിയുടെ ലൊക്കേഷൻ. അപ്പോൾ ഇവിടെ ന്യൂഗിനിയ എന്ന് പറയുന്ന ഒരു വലിയൊരു ഐലൻഡ് ഉണ്ട്. ഈ ഐലൻഡിൻ്റെ ഈസ്റ്റേൺ പാർട്ടാണ് പപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്ന രാജ്യം. ഇതിൻ്റെ വെസ്റ്റേൺ പാർട്ട് ഇന്തോനേഷ്യയുടെ ഭാഗമാണ്, അല്ലെങ്കിൽ ഇന്തോനേഷ്യയുടെ കൺട്രോളിലാണ്. അത് പപ്പുവ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന ന്യൂഗിനിയ ഐലൻഡിൻ്റെ ഈസ്റ്റേൺ പാർട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ അഡ്ജോയിനിങ് ആയിട്ട് കിടക്കുന്ന ചില ഐലൻഡുകളും ഉൾപ്പെടുന്നതാണ് പപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ഡൈവേഴ്സിറ്റി ഉള്ള രാജ്യങ്ങളിലൊന്നാണ് പപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്നത്. കൾച്ചറലായിട്ടും അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റിയുടെ കേസിലാണെങ്കിലും ലോകത്തിലെ ഹൈലി ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് പപ്പുവ ന്യൂഗിനിയ എന്ന് പറയുന്നത്. ഇനി ഇവരുടെ അയൽ രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഐലൻഡ് നേഷൻ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ളത് ഒന്ന് ഈ ന്യൂഗിനിയ ഐലൻഡിൽ അവർക്ക് ലാൻഡ് വഴി അതിർത്തിയുള്ളത് ഒറ്റ രാജ്യമായിട്ടേ ഉള്ളൂ, അത് ഇന്തോനേഷ്യയുമായിട്ടാണ്. അതായത് ഈ പറയുന്ന ന്യൂഗിനിയ ഐലൻഡിൻ്റെ വെസ്റ്റേൺ സൈഡ് ഇന്തോനേഷ്യയുടെ കൺട്രോളിലാണ്. സോ വെസ്റ്റേൺ സൈഡിൽ ഇന്തോനേഷ്യയുമായിട്ട് ഇവർക്ക് അതിർത്തിയുണ്ട്. ഇനി ഇവരുടെ സദേൺ സൈഡിൽ കിടക്കുന്നത് ഓസ്ട്രേലിയയാണ്. അതുപോലെ തന്നെ ഈസ്റ്റേൺ സൈഡിലായിട്ടാണെങ്കിൽ സോളമൻ ഐലൻഡ്സ് എന്ന് പറയുന്ന മറ്റൊരു രാജ്യമാണ് ഉള്ളത്. ഇനി പപ്പുവ ന്യൂഗിനിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കോടിയിൽ താഴെ മാത്രം പോപ്പുലേഷൻ ഉള്ള ഒരു രാജ്യമാണിതെങ്കിലും ലോകത്തിലെ ഏറ്റവും അധികം ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഉള്ള, അത് ഏറ്റവും അധികം ഭാഷാ വിഭാഗങ്ങളുള്ള, ഏറ്റവും അധികം ഭാഷ സംസാരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് പപ്പുവ ന്യൂഗിനിയാണെന്നാണ് പറയപ്പെടുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.